ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ഡിഷാണ് തയ്യാറായിട്ടുള്ളത്. സൈഡ് ഡിഷാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത്തവണത്തെ ആദ്യത്തെ മാമ്പഴം കിട്ടിയിട്ടുണ്ട്. കൊച്ചു മാമ്പഴം, ചന്ദ്രക്കാര മാമ്പഴം. ഇന്ന് രാവിലെ കിട്ടിയുള്ളേ. പച്ചക്കറിച്ചാട്ടം കൊണ്ട് തന്നതാണ്. ആദ്യമായിട്ട് കിട്ടിയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് കറി വയ്ക്കാൻ തോന്നി. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു കറി വയ്ക്കാം. മാമ്പഴക്കൂട്ടാനാണ് നമ്മൾ വയ്ക്കുന്നത്. മോരൊന്നും ഒഴിക്കാത്ത മാമ്പഴക്കറിയാണ് വയ്ക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും കേട്ടോ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. നമ്മളിത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അത് നമ്മളിത് തൊലി ഇങ്ങനെ ഒന്ന് ഉരിഞ്ഞെടുത്ത് കളയണം. ഇങ്ങനെ നമ്മൾ എടുക്കുകയാണ്. അങ്ങനെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് എടുക്കാം. ഇത് മുഴുവൻ നമ്മൾ എടുക്കുന്നില്ല, മുഴുവൻ നമുക്ക് ആവശ്യമില്ല. ബാക്കിയുള്ളത് ഞാൻ വേവിച്ച് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ ഫ്രീസറിൽ നമ്മൾ സിപ്ലോക്കിനകത്താക്കി വെക്കുകയാണ്. ഇത് നമുക്കിപ്പോൾ കറി വയ്ക്കാൻ ആവശ്യത്തിനുള്ള ഒരു 5-6 മാമ്പഴം നമുക്ക് എടുക്കാം. നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ഇതെല്ലാം നമ്മളിട്ട് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവാൻ വയ്ക്കണം. പഴമാണെങ്കിലും മാമ്പഴമാണെങ്കിലും നമ്മളതൊന്ന് ഒരുമാതിരി വേവുള്ള സാധനമാണ്. അതിലേക്ക് കുറച്ച് കാന്താരി മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിൻ്റെ ആവശ്യത്തിന്. ഈ കറിക്ക് ആവശ്യമായ തേങ്ങ 1 കപ്പ് തേങ്ങയാണ്. 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയുള്ളി, ഇതെല്ലാം കൂടി ഇട്ട് നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്തിരി കറിവേപ്പിലയും കൂടി അതിലേക്ക് ഞെരടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ കഷ്ണം ഇടയ്ക്ക് വെന്തോന്ന് നമ്മൾ നോക്കുക. ഏകദേശം വെന്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കരയാണ്. ഞാനിത് ഫ്രിഡ്ജിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന ശർക്കരയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റും. എന്ത് കാര്യത്തിനും പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളതൊന്ന് നന്നായിട്ട് ഉരുകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഈ അരപ്പ് ചേർക്കുകയാണ്. നല്ല ഫൈനായിട്ടൊന്നും അരയണ്ട കേട്ടോ. ഈ മാമ്പഴക്കറി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അധികം ട്രൈ ചെയ്യാറില്ലെന്ന് തോന്നുന്നു. എന്നാലും എല്ലാവർക്കും, എൻ്റെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. ഇനി നമ്മൾ ഈ അരപ്പൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വെയിറ്റ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കോളുക. അതിന് നന്നായിട്ട് കുക്കായി നമ്മൾ പാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില, പിന്നെ ഒരു വറ്റൽമുളക്, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഈ കടുക് പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ മാമ്പഴക്കറി റെഡിയായി. ഈ മാമ്പഴത്തിൻ്റെയൊക്കെ സമയം വരുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ കിട്ടുന്നവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ അടിപൊളി വീഡിയോ ഇഷ്ടമായില്ലേ? Thank you for watching.